സ്നേഹം സ്വന്തമാക്കലല്ല, വിട്ടുകൊടുക്കലാണ്. ശ്രീ പുനവൻ നസീറിൻ്റെ ഇഷ്ടദാനം ഒരു ആസ്വാദനം. ചില നോവലുകൾ കഥ പറയാൻ വരുന്നു, ചിലത് ജീവിതത്തെ വായിക്കാൻ പഠിപ്പിക്കുന്നു. പുനവൻ നസീറിൻ്റെ ഇഷ്ടദാനം രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്. ഇഷ്ടദാനം എന്ന ശീർഷകം ആദ്യം കേൾക്കുമ്പോൾ ഒരു സമ്മാനത്തെയോ ദാനത്തെയോ ഓർമ്മിപ്പിക്കും. എന്നാൽ വായന മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ ദാനം ചെയ്യപ്പെടുന്നത് വസ്തുക്കളല്ല, മനുഷ്യൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും ഉടമസ്ഥബോധവുമാണ്. സ്നേഹത്തെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് മറ്റൊരാളുടെ സന്തോഷത്തെ അംഗീകരിക്കുന്ന വിശാലതയിലേക്കുള്ള യാത്രയാണ് ഈ നോവലിൻ്റെ കേന്ദ്രപ്രമേയം. ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിലെ സംഭാഷണങ്ങളാണ്. കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ അവ കഥ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, സ്വന്തം ഉള്ളിലെ മുറിവുകളും പ്രതീക്ഷകളും വായനക്കാരന് മുന്നിൽ തുറന്നു വയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങൾ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കായി അനുഭവപ്പെടുന്നു. ഷാഹിന എന്ന കഥാപാത്രം നോവലിൻ്റെ ധാർമ്മിക കേന്ദ്രമായി മാറുന്നു. സ്നേഹത്തിൽ അവകാശം സ്ഥാപിക്കാനല്ല, മറ്റൊരാളുടെ നന്മയ്ക്കായി സ്വന്തം മനസ്സിനെ പോലും മാറ്റിവെക്കാൻ തയ്യാറാകുന്ന വ്യക്തിത്വമാണ് അവളുടേത്. അവളുടെ നിശബ്ദതയ്ക്ക് പോലും വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. ഖാദർ എന്ന കഥാപാത്രത്തിൻ്റെ മാനസിക പരിണാമവും ശ്രദ്ധേയമാണ്. തെറ്റുകൾ ചെയ്ത ഒരാൾ കുറ്റബോധത്തിൽ മാത്രം കഴിയാതെ ഉത്തരവാദിത്തത്തിലേക്കും ആത്മപരിശോധനയിലേക്കും വളരുന്ന പ്രക്രിയയാണ് ഇവിടെ കാണുന്നത്. മനുഷ്യന് മാറാൻ കഴിയുമെന്ന് നോവൽ പ്രത്യാശയോടെ പറയുന്നു. ഇഷ്ടദാനം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പുതിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. കുടുംബം രക്തബന്ധങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല, ക്ഷമയും വിശ്വാസവും പരസ്പര ബഹുമാനവും ചേർന്നുണ്ടാകുന്ന ഒരു ആത്മബന്ധമാണ് എന്ന് നോവൽ സൂചിപ്പിക്കുന്നു. ഭാഷയുടെ കാര്യത്തിൽ പുനവൻ നസീർ ലാളിത്യം തിരഞ്ഞെടുക്കുന്നു. അലങ്കാര പ്രയോഗങ്ങളുടെ അതിപ്രസരം ഇല്ലാതെ സാധാരണ വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തുന്ന ശൈലിയാണ് ഇതിലുള്ളത്. ഈ ലാളിത്യമാണ് കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ വിശ്വസനീയമാക്കുന്നത്. സ്നേഹം എന്നത് ഒരാളെ സ്വന്തമാക്കാനുള്ള അവകാശമല്ല, അയാളുടെ ജീവിതം സന്തോഷകരമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മനസ്സാണ്. ആ അർത്ഥത്തിൽ ഇഷ്ടദാനം പ്രണയത്തിൻ്റെ മാത്രം കഥയല്ല, മനുഷ്യനാകാനുള്ള പാഠം കൂടിയാണ്. ഇഷ്ടദാനം വായനക്കാരനെ വെറും കഥയുടെ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, സ്വന്തം ജീവിതത്തെയും ബന്ധങ്ങളെയും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നു.